എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു. ഞാനും നാട്ടിൽ പോയിട്ട് ഓണമൊക്കെ ആഘോഷിച്ചിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ വന്നിട്ട് ഇപ്പോൾ ആദ്യത്തെ വീഡിയോ ചെയ്യുകയാണ്. ഓണത്തിന് ശേഷമുള്ള ചിങ്ങമാസത്തിലെ ആദ്യത്തെ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2015 മാനുഫാക്ചറിങ്, 15 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,05,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി ഓടിയിരിക്കുന്ന 4x4 മാനുവൽ വേരിയൻറ്റിലുള്ള ഫോർച്യൂണറാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് 4x4 വണ്ടികൾ. അപ്പോൾ ഇത് നല്ലൊരു വണ്ടിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നേരിട്ട് നമുക്ക് വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ പതിവ് പോലെ നമുക്ക് വാഹനത്തിൻ്റെ ഒരു വശത്തുനിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ വണ്ടിയിൽ ഒരു റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അത് ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡാണ്. നോർമലി ഡൽഹിയിലെ വണ്ടികൾ, മിക്കവാറും വണ്ടികളുടെ ഫ്രണ്ട് വിൻഷീൽഡ് മാറാറുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് മാറിയിട്ടുണ്ട്. പക്ഷേ അത് ടൊയോട്ടയുടെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഭാഗത്തുനിന്ന് പോകാം. ഈ ഫെൻഡറിലെങ്കിൽ യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ഒരു വീലാർച്ചിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള 1-2 സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഡോറിലും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളും സംഭവിച്ചിട്ടില്ല. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളുണ്ട്. അതൊക്കെ നമ്മളൊന്ന് റബ്ബിങ് പോളിഷ് ചെയ്യുമ്പോഴത്തേന് മാറുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് എല്ലാം നല്ല വൃത്തിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ പാടുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. 2015 വണ്ടികളിൽ പൊതുവെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻറ്റീരിയർ ഫുള്ളായിട്ട് വരിക. സീറ്റുകളാണെങ്കിലും എല്ലാം അങ്ങനെയാണ് വരിക. അപ്പോൾ ഇനി നമുക്ക് മേളിലത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിലത്തെ ഡോറിലേക്ക് വരുമ്പോഴത്തേനും ഈ ഡോറിലെങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശത്തേക്ക് പോകാം. ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. ഈ ഒരു പേസ്റ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഇതെല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇനി നമ്മൾ ഈ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. ഈ ഗ്ലാസ്സുകളെല്ലാം ഒറിജിനൽ ടൊയോട്ടയുടെ 2015 സീരീസിൽ തന്നെയുള്ള ഗ്ലാസ്സുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി ഈ വാഹനത്തിൻ്റെ പുറക് വശത്തേക്ക് വരുമ്പോഴത്തേന് ടെയിൽ ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ക്രാക്കോ ഒന്നും തന്നെ ഈ 2 സൈഡിലും വന്നിട്ടില്ല. ഡിക്കിയുടെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ നട്ടുകളൊക്കെ കാണുമ്പോൾ ഇതൊന്നും അഴിക്കുകയോ വർക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഈ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകളെല്ലാം നല്ല കൃത്യമാണ്. ഈ ഭാഗങ്ങളിലൊന്നും യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും പഞ്ചിങ് മാർക്കുകളെല്ലാം കൃത്യമാണ്. ഈ താഴെ വശത്തേക്ക് വരുമ്പോഴും ഇവിടെയും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഫ്രണ്ടുണ്ട് അഥർവ്, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ വാഹനമാണിത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പുള്ളിക്കൊരു ഇൻട്രസ്റ്റ് നമ്മുടെ കൂടെ നിൽക്കണമെന്ന്. അപ്പോൾ ഞാൻ പറയും വായോ നമുക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡോറ് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയെങ്ങും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഈ ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളെല്ലാം പേസ്റ്റിംഗ് എല്ലാം നല്ല കൃത്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരാം. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. നമ്മൾ ഈ ഭാഗങ്ങളിലെല്ലാം പെയിൻറ്റ് അകത്തേതും പുറത്തേതും എല്ലാം ചെക്ക് ചെയ്തതാണ്. യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റ് ഈ വാഹനത്തിൻ്റെ ഈ ഭാഗങ്ങളിലൊന്നും വന്നിട്ടില്ല. ഇനി ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഫ്രണ്ട് ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേന് സ്വിച്ചുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് ഈ പില്ലറിൻ്റെ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുൻവശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു സെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ ഡാമേജുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഹെഡ്ലൈറ്റിലും ഒന്നും യാതൊരു വിധത്തിലുള്ള ക്രാക്കുകളോ ഡാമേജോ വെള്ളം ഇറങ്ങുമോ കളർ ചേഞ്ചോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ബോണറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. അതിവിടെ 1-2 വലിയ സ്ക്രാച്ചുകൾ വന്നിട്ട് അവർ തന്നെ ചെയ്തിരിക്കുന്നതാണ്. വേറെ യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ വാഹനത്തിൽ ചെയ്തിട്ടില്ല. കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള സർവീസ്
ചെയ്തു പോയിട്ടുള്ള വാഹനമാണ്. മാനുവൽ 4x4 ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഏകദേശം 4-5 കിലോമീറ്ററോളം ഓടിച്ചാണ് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ യാതൊരു വിധത്തിലുള്ള ഗിയർ ഷിഫ്റ്റിൽ ലാഗോ ടൈറ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടിയുടെ സൗണ്ടും വളരെ സ്മൂത്താണ്. യാതൊരു വിധത്തിലുള്ള അബ്നോർമൽ നോയ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറിൻ്റെ ഭാഗങ്ങളും കാണാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഡാഷ്ബോർഡിലും സെൻട്രൽ കൺസോളിലും ഒന്നും വന്നിട്ടില്ല. നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഡാമേജ് സംഭവിച്ചിട്ടില്ല. 4x4 മാനുവൽ വേരിയൻറ്റിലുള്ള വാഹനമാണിത്. സീറ്റുകളൊക്കെയും വളരെ വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സീറ്റുകളിൽ വന്നിട്ടില്ല. കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ്. ബ്ലാക്ക് ഫിനിഷിലാണിത് വരുന്നത്. ഇനി നമുക്ക് പുറകു നിര സീറ്റുകളൊന്ന് കാണാം. പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേനും ഈ സീറ്റുകളിൽ യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഏറ്റവും പുറകിലത്തെ നിര സീറ്റുകളും നമുക്കൊന്ന് കാണാം. അതിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. റൂഫിലേക്ക് വരുമ്പോഴത്തേന് റൂഫിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ചെളിയോ അഴുക്കോ ഒന്നും തന്നെ ഇല്ല. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ബ്ലാക്ക് അലോയ്സ് ആണ് ഇതിൽ വരുന്നത്. ബ്രിഡ്സ്റ്റോണിൻ്റെ ഏകദേശം 60-70% 4 ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് സ്റ്റെപ്പിനിയും ഏകദേശം ഒരു 60-70% സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. 2015 മാനുഫാക്ചറിങ്, 15 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,05,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന 4x4 മാനുവൽ വേരിയൻറ്റിലുള്ള ഫോർച്യൂണറാണ്. 4x4 വണ്ടികൾ വളരെ കുറവാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് 15 മോഡലിലുള്ള, അതായത് ഈ ടൈപ്പിലുള്ള വാഹനങ്ങളുടെ അവസാന ഭാഗങ്ങളിലുള്ള വാഹനങ്ങളാണിത്. ഇത് ഡിസംബർ രജിസ്ട്രേഷനാണ്. 15 ഡിസംബർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറെ വിളിക്കണം. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 12,80,000 രൂപയാണ്. അത് ഓൺ ടേബിളിൽ എന്തെങ്കിലും ചെറിയ നെഗോഷിയേഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളൊരു വാഹനം എടുത്ത് നാട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നിടം വരെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഡൽഹിയിൽ നിന്ന് ചെയ്തു തരാനുണ്ടോ അതെല്ലാം നമ്മൾ കൃത്യമായിട്ടും 100% ഉത്തരവാദിത്വത്തോടെ ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ കാണുന്ന നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക. നമ്മളിടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.